ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ ബി വൺ ടുഡേ. നമ്മിന്ന് വീണ്ടും ഗ്രാനി ട്യൂമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മിന്ന് കളിക്കാൻ പോകുന്നത് ഹെലികോപ്റ്റർ എസ്കേപ്പാണ്. നമുക്ക് കഴിഞ്ഞാൽ ഇതിൽ ബോട്ട് എസ്കേപ്പ് ചെയ്തിരുന്നു. ഹെലികോപ്റ്റർ എസ്കേപ്പ് ഇല്ലെങ്കിൽ ഡോർ എസ്കേപ്പാണ് നമുക്ക് പ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഹെലികോപ്റ്റർ എസ്കേപ്പിന് വേണ്ട ആദ്യത്തെ സാധനമായ ഡക്ക് ടാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് തള്ളച്ചീനി ഇങ്ങോട്ട് വെട്ടിക്കണം, തള്ളച്ചീനിയും ഗ്രാൻഡ് പെനിയും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഇതാക്കണം. ഇതെന്ന് വെച്ചാൽ സാധനം ഇതാക്കിയിട്ട് അപ്പുറത്തോട്ട് വെക്കണം. നമുക്ക് കണ്ട അപ്പുറത്തോട്ട് നിന്നിട്ട് തള്ളച്ചി വരുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഓടാം. തള്ളച്ചിയും ഗ്രാൻഡ് പെനിയും രണ്ടോ പോക്കോ ഗൈസ്. നമുക്ക് എൻ്റെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം താഴെനിപ്പോൾ മേലേക്ക് വരൂ. നമുക്ക് കുറച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് അടുക്കള ഫുൾ ചെക്ക് ചെയ്യാം. ഗൈസ്, ഡോർ ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ കൊണ്ടൊരു കളിയുണ്ട്. ഗൈസ്, ഡക്ക് ടാപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹെലികോപ്റ്റർ എസ്കേപ്പിന് പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഗ്ലാസ് വ്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പിന്നെ പിക്ചർ ഗൈസ്. അപ്പൊക്ക് ഗ്രാനി എത്തി. ഈ ടേബിളിൻ്റെ അടിയിൽ പോവാം ഗൈസ്. ഞാൻ ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നു. തള്ളച്ചിയാണെങ്കിൽ ഒന്നുമില്ല ഗൈസ്. തള്ളച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. എന്തിനാ നാളെ ഇങ്ങനെ മനക്കെടുത്താൻ. ഈ തള്ളച്ചി പോ. അപ്പൊക്കെ അടുത്താണ് കെട്ടിയോളൂ. നമുക്ക് കെട്ടിയോനി എന്തെന്നാണ് അവസ്ഥ. പോ, രണ്ടാളും പോ. പോ. കെട്ടിയോൻ അപ്പുറത്തെ വെയിലോട്ടാ, കെട്ടിയോളൂ ഇപ്പുറത്തെ വെയിലോട്ടാ. ഏതെങ്കിലും വെയിലോട്ട് രണ്ടാൾക്ക് ഒരുമിച്ച് പോയിക്കോടെ. ഇത് രണ്ടും ഡിവോഴ്സായ പറയാൻ കഴിയില്ല. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈദിച്ചിട്ടെല്ലാം പോകുന്നു. ഈ രണ്ടും ഒരുമിച്ച് പോകുന്നത്. നമുക്ക് ഇപ്പുറത്ത് ഡൈവേർട്ട് ഗ്രാനിന് ഇപ്പുറത്തേക്ക് ആക്കിയിട്ട് കീഴോട്ടം ഇവിടത്തേക്ക് ഗ്രാനീനെ വെത്തിക്കുക. അങ്ങനെ ഗ്രാനീനെ കുറച്ച് നേരം കളിപ്പിക്കുക. ഇപ്പം അവിടെ ഗ്രാനി വന്നിട്ടുണ്ടോ. നമുക്കപ്പൊക്ക് താഴെ പോയിട്ട് നമുക്ക് ഇത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഈ ഡോറിൻ്റെ മുന്നിൽ നമ്മൾ എല്ലാ സാധനവും അതിൻ്റെ എസ്കേപ്പിൻ്റെ ഇതിൻ്റെ മുന്നിലിട്ടിരുന്നു. നമുക്ക് തപ്പിപ്പൊരു കണ്ടുപിടിക്കണ്ടല്ലോ. ഗൈസ്, ഞാൻ ഇപ്പം എന്തിനും ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തിരിച്ച് കയറുമ്പോൾ ഒന്നിക്ക് ഗ്രാൻഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിക്ക് ഗ്രാനി ഉണ്ടാവും. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് നമുക്ക് രണ്ടാൾ താഴെ വിത്തിച്ചിരി മേലെ പോവാം. അതാണ് സേഫ് ആയിട്ടുള്ള ചോയ്സ്. കണ്ട ഇപ്പം തള്ളച്ചി അങ്ങോട്ട് പോയില്ലേ. അങ്ങനെ മേലെ പോയിട്ട് സ്റ്റൺ ഗണ്ണ് ഞാൻ എടിയോ കണ്ടവരുണ്ട്. ഗൈസ്, ഇവിടെല്ലാം കെണി കിട്ടീന് ഗൈസ്. കെണി കണ്ട ഇവിടെ സ്റ്റൺ ഗണ്ണ് ഉണ്ട്. അടുത്ത് തന്നെ സ്റ്റൺ ഗണ്ണുണ്ട്. സ്റ്റൺ ഗണ്ണ് കാണുന്നില്ല. സ്റ്റൺ ഗണ്ണിന് ഉണ്ട കിട്ടി ഗൈസ്. അപ്പം ആരും എന്നെ കണ്ടെന്ന് തോന്നുന്നു. സംശയമില്ലാണ്ടില്ല. ഗൈസ്, ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വരുത്തിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ലാബ് എടുത്ത് താഴെയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ചെട്ടില്ലെങ്കിലാണെങ്കിൽ ബരോന്ന് അറിയില്ല. എന്താടാ ബരാത്തെ ഗൈസ്. വരുന്നില്ല. തള്ളച്ചിക്ക് മുട്ടുവേന വീണ്ടും തുടങ്ങിയെന്ന് തോന്നുന്നു. മുട്ടത്തായാലും മേടിച്ചെടുക്കുക കുറച്ച്. എന്താണ് തള്ളച്ചി വരാത്തെ. ചിലപ്പോൾ തള്ളച്ചി അപ്പുറത്ത് എത്തിയിട്ടുണ്ടാകുമോ. ഉണ്ടാകുമെന്ന് പറയുന്നവർ ലൈക്ക് അടിക്കുക. യെസ്, ഇപ്പുറത്തൊന്നും എത്തിയിട്ടില്ല. എന്നുവെച്ചാൽ ആരും ലൈക്ക് അടിക്കാണ്ട് പോയല്ലേ. ലൈക്ക് അടിക്കുക. യെസ്, അപ്പാപ്പൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഗ്രാനി അങ്ങോട്ട് പോയി എന്നാ തിരിയാത്ത. നമുക്ക് സ്റ്റൺ ഗൺ എടുത്താലോ. സ്റ്റൺ ഗൺ അപ്പാപ്പൻ താഴെ പോയി. സ്റ്റൺ ഗൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റൺ ഗൺ ഉണ്ട്. ഉണ്ട പുറത്തണ്ട. ആദ്യം തന്നെ ഓവലിൽ ചെക്ക് ചെയ്യാനേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഈ ടേബിളിൻ്റെ അടിയിൽ പോയി രണ്ടാളെയും വിളിച്ച് വരുത്തിക്കുക. തള്ളച്ചിനെ പൂശി എന്തായാലും അപ്പാപ്പൻ വരും, ഉറപ്പാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് അടുത്ത ആൾ വരുന്നവരെ കാത്തുക്കണോടാ.
അടുത്താൾ വേഗം വരും ഗൈസ്. ഇപ്പോൾ ഇവിടെ നിന്ന് താഴെ പോയിട്ടേ ഉള്ളൂ ഗ്രാൻഡ് പാ, അതുകൊണ്ട് വേഗം എത്തും ഗൈസ്. പക്ഷെ കുറേ സമയം എടുക്കുന്നില്ല ഗ്രാൻഡ് പാ വരാൻ. അതില്ല വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഇടക്കോട്ടൊരു ഷോട്ട് തള്ളച്ചി ഇടക്ക് കയറിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അടിക്കാൻ കഴിയാത്ത ഗൈസ്. ഗ്രാനിൻ്റെ കൈൻ്റെ ഇടയിലോട്ടൊരു ഷോട്ട് ഗ്രാൻഡ് പാനിലേക്ക്, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. കാരണം ഈ ഫോട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെലികോപ്റ്റർ സ്കേപ്പിൽ ഫോട്ടോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്യൂരിറ്റി കീ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉള്ളിൽ കയറാൻ കഴിയും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഗ്യാസുലിന്, പിന്നെ ഗ്യാസുലിനും വേണം. പിന്നെ എന്തെല്ലാം വേണ്ടേ, ഹെലികോപ്റ്റർ മാനുവൽ വേണം. പിന്നെ കീ വേണം. പിന്നെ ഗ്ലാസ് ഫ്യൂസെല്ലാം നമുക്ക് കിട്ടി ഗൈസ്. ഹെലികോപ്റ്റർ മാനുവൽ മാത്രം കിട്ടിയിട്ടില്ല. ഹെലികോപ്റ്റർ മാനുവലും കീയോ പെട്രോളും കിട്ടിയതല്ല ഗൈസ്. ഹെലികോപ്റ്റർ മാനുവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് നേരെ ഈടിടാം, അപ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആടിടാം ഗൈസ്. അങ്ങനെ ആടിട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ വെപ്പൻ്റെ സ്ഥലം തുറന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും പിടിക്കാൻ വന്നാൽ അതിൽ കയറിയിട്ട് ഒളിക്കാന്ന് പറയുമ്പോൾ തള്ളച്ചി വന്നു. നമുക്ക് തൽക്കാലം ഇപ്പോൾ വീട് ഒളിക്കാം ഗൈസ്. ഇവിടെ വന്ന് എന്തുകൊണ്ട് നന്നായി. നമുക്ക് അടുത്ത പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇത് പിക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കൈമേൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇട്ടേന്നെല്ലാം മറന്നു. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെല്ലാം തോന്നുന്നു, കഴിഞ്ഞ വീഡിയോയിലല്ലേ ഒരു ഫ്യൂസ് ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് മറന്നുപോയി. തള്ളച്ചി അങ്ങനെ പോയിട്ടുണ്ട്. നമുക്കിത് തള്ളച്ചി അപ്പുറത്തിലോട്ട് പോയത് ഇപ്പോൾ പാവാട കണ്ട് തള്ളച്ചീൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ സാധനം ഇട്ടിട്ട് വേഗം ഓടിയിട്ട് ഈ വെപ്പൻ്റെ ഉള്ളിൽ കയറണം. അല്ലെങ്കിൽ പണി കിട്ടും. കണ്ട തള്ളച്ചി വരുന്നുണ്ട്, കണ്ട പണി കിട്ടും. അതുകൊണ്ടാണ് വേഗം ഉള്ളിൽ കയറി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി രക്ഷപ്പെട്ടപ്പോൾ അപ്പാപ്പൻ്റെ മുന്നിലേക്ക്. ഇപ്പം അപ്പാപ്പൻ്റെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇരുട്ടുള്ള കട്ടിൻ്റെ അടിയിൽ പോയിട്ട് വിളിക്കുകയാണ്. പേഴ്സണെ കട്ടിൻ്റെ അടിയിൽ കുറച്ച് നേരം നിന്ന് അപ്പോൾ അപ്പാപ്പൻ പോയിട്ടുണ്ട്. നമുക്ക് രണ്ടാളിവിടെ പൂട്ടിയിടാം. അതുകൊണ്ട് രണ്ടാളിവിടെ വിളിച്ച് എത്തിക്കണം പേഴ്സ്. നമുക്ക് കുറച്ച് നേരം ഇവിടെ കാത്തുക്കണമെന്ന് പറ്റില്ല. വേഗം സ്പീഡിലെത്തീനി, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ നമുക്ക് ഡോർ കൂട്ടിയിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ട് വേഗം പോവാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ എന്തോ ഉണ്ട്. നമുക്കിവിടെ ബ്രഞ്ച് വേണമെങ്കിൽ ആവശ്യം ഉണ്ടാവുമായിരിക്കും. നമുക്ക് വെറുതെ ചെയ്യാം. അപ്പുറത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം കിട്ടിയാലോ. അതിന് മുമ്പ് നമുക്ക് രണ്ടാടിയും ഒന്ന് പൂശിയിട്ട് പോകാം. ഒരു പൂശൽ വേണ്ടേ ഗൈസ്, പൂശൽ വേണ്ടേ. ഗ്രാനി അങ്ങനെ ഞാൻ വിളിച്ചു വരുത്തിച്ചിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് പാ വരാൻ കാത്തിക്കണം ഗൈസ്. ഗ്രാൻഡ് പാനെ കാണാനില്ലല്ലോ. വരുന്നുണ്ട് ഗൈസ്. ഗ്രാൻഡ് പാ വന്നിട്ടുണ്ട്. അങ്ങനെ പൂശിയിട്ടുണ്ട്. ആണ് ഡിസ്കോ ഡാൻസ് കളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തോക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഇടാം. പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്ഥലമാകാം. ഞാൻ ഈ ടേബിളിൻ്റെ അടിയിലെല്ലാം പോയിട്ട് തോക്ക് വെക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. വെച്ചാൽ എടുത്തിട്ട് വെടിയൊക്കെ കുറച്ച് സമയം വേണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നു. ബ്രഞ്ച് ഞാനവിടെ ബ്രഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട് ലൂസാക്കിയിട്ട്. നമുക്കിനി മേലെ പോയിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ആളെ വെക്കണം. ഗൈസ് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ എന്താ ഉള്ളത്, ബോട്ട് കീ വേണ്ട. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബോട്ട് സ്കേപ്പിൽ നടത്തി ഗൈസ്. ഗ്ലിച്ചടിച്ച് വിടാം. ഇവിടെ ഇതാന്ന് പറയാം. ഏണി കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തനിയെ ഗ്ലിച്ചടിച്ച് പോകും. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ഗൈസ്, ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. സ്വയം ഗ്ലിച്ചടിച്ച് പോക്ക് ഗൈസ്. ഇവിടെ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. ഇവിടെ തേങ്ങയില്ല, ഒരു ലൊട്ടിയില്ല. ഇവിടെ ഒന്നുമില്ല. നമുക്കിനി 2 ഫോട്ടോ വേണം. കഴിഞ്ഞാൽ വാതിലിൻ്റെ അടുക്കൽ എന്തെങ്കിലും നോക്കാം. ഇവിടെ ഒരു ലൊട്ടിയില്ല, ഒരു തേങ്ങയുമില്ല
ഗൈസ് ഞാൻ എൻ്റെ താഴേക്ക് എൻ്റെ ഗ്രാനീനെ വീണ് വിളിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും നമുക്ക് മേലൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ എൻ്റെ ഗ്രാനീനെ വിളിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗ്രാൻഡ് പിയും വരും. ഗ്രാൻഡ് പൻ ഇപ്പം കാണുന്നില്ല. അത്രയേ ഉള്ളൂ, ആ ചെറിയ സീനേ ഉള്ളൂ, വേറൊരു സീനും ഇല്ല. ആ ഗ്രാൻഡ് പൻ വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പൻ വന്നിട്ട് വേണം നമുക്ക് ബ്രഞ്ചെല്ലാം ലൂസാക്കി വെച്ചെടുത്ത് പോയി തപ്പാൻ. ലൂസാക്കിനെന്ന് തോന്നുന്നു ഗൈസ്. ലൂസാക്കിനി ഗൈസ്. എൻ്റെ ഉണ്ട കിട്ടുന്നില്ല. ഈ തള്ളച്ചി അതിൻ്റെ മേലെ കയറി കടന്ന് എൻ്റെ ഉണ്ട തള്ളച്ചി മായിന് പോയിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ട് 1 മിനിറ്റ് പോലെ ആയിട്ടില്ല. പിന്നെ ഇങ്ങനെ മായിന് നോക്ക് വല്ലാത്ത ചതിയാണ് കേട്ടോ. കള്ളക്കളിയാണ്. നമുക്ക് 2 വീടെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. വെപ്പണിക്ക് ഇതിനെ കൊണ്ടൊരു കളിയുണ്ട്. കളിക്കാണിച്ചാൽ ഇതിനെ കൊണ്ടൊരു കളിയുണ്ട് ഗൈസ്. നമുക്ക് നേരെ പോയിട്ട് വെപ്പൺ എടുത്തിട്ട് വെപ്പൺ എടുക്കുന്നിടത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വെപ്പൺ എടുത്തിട്ട് ഞാൻ പറയുന്നത് രണ്ടെണ്ണത്തിന് പൂശണ സമയം ഗൈസ്. ഞാൻ ഗ്രാനീനെ അങ്ങനെ വിളിച്ച് വെച്ചിട്ടുണ്ട്. ഗൈസ് ഗ്രാനീനെ അങ്ങനെ വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഗ്രാനി തന്നെ തുടങ്ങാം. തോക്കിനെ കൊണ്ട് അടിച്ചാൽ 1.5 മിനിറ്റെങ്കിലും നമുക്ക് ഇത് കിട്ടും. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഗ്രാൻഡ് പിയും കൂടിയാണ് ഗൈസ്. ജസ്റ്റ് മിസ് ഗ്രാൻഡ് പിയുടെ പാട്ടും വെച്ച് കളിക്കാൻ നമുക്ക് പൂശിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ എല്ലാ സാധനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ സാധനം ഫോട്ടോ ഇവിടെ വെച്ച് ഗണ്ണ് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഗണ്ണ് അയച്ചിട്ടുണ്ട്. ആ ഗണ്ണും ഞാൻ ഇവിടെ വെച്ചിന്. പിന്നെ ഹാൻഡ് വീൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഡോർ എസ്കേപ്പിനാണ് തോന്നുന്നു വേണ്ടത്. ശരിക്കും ഓർമ്മയില്ല ഹാൻഡ് വീൽ എന്തിനാണ് വേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ഡക്ക് ടാപ്പ് എന്തായാലും ഹെലികോപ്റ്റർ എസ്കേപ്പിനാണ്. നമുക്ക് ഇവിടെ കൊണ്ടിടാം. ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് ഡക്ക് ടാപ്പ്. ഇവിടെ നമുക്ക് മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഷോർട്ട് ഗണ്ണ് കണ്ട ഷോർട്ട് ഗണ്ണ്. പിന്നെ ഗ്ലാസ് ഫ്യൂസ് അതിൻ്റെ അപ്പുറത്ത് ആവശ്യമുണ്ട്. ഇവിടുന്ന് 2 ആടെ അൺലിമിറ്റഡ് ഉണ്ടെന്ന്. പക്ഷെ വീണ്ടും വെറുതെ ഉണ്ടെടുത്തിട്ട് ഇവിടുത്തെ ഷൂട്ടായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വെറുതെ ഒരു കൗതുകം ഇതാക്കിയിട്ട് വെച്ചതാണ് ഗൈസ്. അങ്ങനെ ചറവറ ഇത് നമുക്ക് തീരെ ഉണ്ണില്ല. അവിടെ കുറേ നേരം പിടിക്കും. തീരെ ഉണ്ണില്ല എന്ന് വെച്ചാൽ തീരെ ഉണ്ണില്ല ഗൈസ്. ഞാൻ ഒറ്റ ഉണ്ടല്ല ഗൈസ്. ഞാൻ ഇങ്ങനെയും 1 കൊള്ളിച്ചിട്ടുണ്ട്, 2 കൊള്ളിച്ചിട്ടുണ്ട്, 3ാമത്തെയും കൊള്ളിച്ച്. ഇനി നമുക്ക് ഉണ്ട കിട്ടൂല. ആ കളി കേട്ടോ. കള്ളിൻ്റെ ഉണ്ടാകാൻ പറ്റില്ല. ലാസ്റ്റ് പറ്റിക്കല് ഡക്ക് ടാപ്പ് എടുത്ത് പോകുന്നുണ്ട്. ഗ്ലാസ് ഫ്യൂസ് വെക്കട്ട് അല്ലെങ്കിൽ പണി കിട്ടും. ഗ്ലാസ് ഫ്യൂസ് എടുത്ത് വെക്കട്ട്. ഗ്ലാസ് ഫ്യൂസ് എടുത്തിട്ട് ഓക്കെ ഞാൻ അവിടെ ഫിറ്റ് ചെയ്യാം. ഡക്ക് ടാപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ ഫുൾ ചുറ്റാം ഗൈസ്. അവിടെ അങ്ങനെ ഗ്ലാസ് ഫ്യൂസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡക്ക് ടാപ്പ് എടുക്കാം. ഡക്ക് ടാപ്പ് ഇതിൻ്റെ അവിടെ ചുറ്റാം ഗൈസ്. ഇവിടെ സെലോ ടാപ്പ് എടുത്ത് ഒട്ടിക്കുന്നുള്ള ഡക്ക് ടാപ്പ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊരു ബോംബ് എടുത്തിട്ട് ഗ്രാൻഡ് പനിയോ ഒക്കെ തീർത്തളയാം. അതെങ്ങനെയാ ഞാൻ ഡെഡായേ? ഇതെങ്ങനെയാ? അങ്ങനെ നമ്മൾ Day 2 ആയിട്ടുണ്ട്. എന്താവസ്ഥയാണ് നോക്കാൻ. ഞാൻ ബോംബിട്ടത് തെറ്റിപ്പോയി. കുറച്ച് ദൂരെ തുപ്പണേ. ഗ്രാൻഡ് പനെ വിളിക്കും. Day 3 ഞാൻ ബെല്ലാണ് പോലെ കയറിയിട്ട് ഞാൻ സംഭവം അതിൽ ഇതാക്കി. ആരും വന്നിട്ടില്ല. നേരെ മേലേക്ക് കയറിപ്പോയതാണ്. പണി കിട്ടി ഗൈസ്. ഇനി ഞാനിവിടെ ആരെങ്കിലും വന്നാലേ മേലേക്ക് പോകും. അതിനെ ഉറപ്പിച്ചു. ഇവിടത്തേക്ക് ആരെങ്കിലും വരണോ എന്നാലും ഞാൻ മേലേക്ക് പോകും. ഏതെങ്കിലും ഒരാൾ വരണോ. ഇതൊക്കെ അതിനപ്പുറം 2 ഇങ്ങനെ ആക്കിയിട്ട് വന്നിട്ടില്ല ഗൈസ്. 2 ചൂടിൽ എന്തോ അടിഞ്ഞെന്ന് തോന്നും. 2 വന്നിട്ടില്ല. ഇതായിപ്പോൾ ഗ്രാൻഡ് പല വന്നിട്ടുള്ളൂ. ബാക്കിൽ ഗ്രാനി വന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ഗൈസ് ഗ്രാനി വന്നത് ഗൈസ്. നമ്മൾ ഇവിടെ തപ്പിയതാണ്. പക്ഷെ തിരിയുന്നില്ല. നമ്മളിവിടെ തപ്പിയത്
ഫുള്ളും പോയിപ്പിച്ചില്ലേ. ആദ്യം തന്നെ നമുക്ക് ഉദ്ഘാടനം തീർക്കണം. ഉദ്ഘാടന ചടങ്ങിന് സാക്ഷാൽ എന്നെ തന്നെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഗ്രാനിക്കമ്മ ഐശ്വര്യത്തിന് അങ്ങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അപ്പാപ്പനാണ് സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. അപ്പാപ്പന് കാണുന്നില്ലല്ലോ. അപ്പാപ്പ സെക്കൻഡ് പ്രൈസ് തരാൻ അപ്പാപ്പനെ കാണുന്നില്ല. അപ്പാപ്പൻ വന്ന് വേഗം വാ. അവിടെ അടിക്കരുതെന്നാണ് പറഞ്ഞത്. എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അവിടെ അടിക്കരുതെന്നാണ്. പക്ഷെ അമ്മ അവിടെ അടിക്കും. അപ്പാപ്പനാണ് അമ്മ അവിടെ അടിക്കും. അതുകൊണ്ടാണ് അപ്പാപ്പനായതുകൊണ്ട് അമ്മ അവിടെ അടിക്കുന്നു. വേറെ ആരും ആയതുകൊണ്ടല്ല. ഇപ്പം ഹാൻഡ് വീൽ അവിടെ പോയി കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് ഗണ്ണ് വേണ്ട. പിന്നെന്താ എടുക്കണ്ടേ? ഇതിനുള്ളിൽ വേറൊന്നും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് ഗണ്ണെടുത്തിട്ട് നമുക്ക് എവിടെ പോകേണ്ടത്? ഗണ്ണെടുത്തിട്ട് സ്റ്റൺ ഗണ്ണുണ്ട്. നമുക്ക് വീണ്ടും പൂശാണ്ട സമയമായി. ഗണ്ണെടുത്തിട്ട് വരുമ്പോഴെല്ലാം സമയമായി. ഇപ്പോൾ എണീക്കണ്ടേ? ഗണ്ണെടുത്തിട്ട് ഞാൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചു ഗൈസ്, മറന്നുപോയി. അപ്പാവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഗണ്ണെ കൊണ്ട് എന്താ ചെയ്യണ്ടേ. ഗൈസ് ഓർമ്മ വന്ന് പ്ലാനെല്ലാം ഇപ്പം തലയിൽ ഓർമ്മ വന്ന് ഗൈസ്. അപ്പാപ്പന് മേത്തോലും ഉണ്ടോ പഠിക്കില്ല. പക്ഷെ എന്നാലും ഷോക്ക് അടിച്ചിട്ടുണ്ടാ. ചങ്ങാതിൻ്റെ അഭിനയം കിട്ടില്ല. അഭിനയം വെച്ചാൽ അമ്മാരഭിനയോ ഗൈസ്. കണ്ട ആമോല്ല നമുക്ക് തോക്കിനെക്കാട്ടി നല്ല മറ്റേ സ്റ്റൺ കാണാം. ഇത് 1.5 മിനിറ്റ് ഓർക്ക് അടുത്തെങ്കിലും ഉണ്ടാവും ഉറവാണ് വീട്ടിൽ. അതാണ് ഒരു പ്രശ്നം. ഈ മറ്റേ ടോയ്ലറ്റിൽ എന്തെങ്കിലും ഉണ്ടാ? ഇതിലെന്തോ സ്പാർക്ക് പ്ലഗ് ബോട്ട് സ്കിപ്പിനെ കൈസ വേണ്ടത്. ഇവിടെ കുഞ്ഞുമോൻ ഉണ്ടായിട്ടില്ല. കുഞ്ഞുമോന് കൊടുത്തു ഹെലികോപ്റ്റർ കീഴിൽ ഇട്ടപ്പോണ്ട് ഗ്രാനി ഉണ്ടാവാണ് മതിലും നോക്കിയിരിക്കുന്നു. ഗ്രാനിക്ക് വട്ട് പിടിച്ചതാണോ അല്ലെങ്കിൽ അണക്ക് വട്ട് പിടിച്ചതാണോ എന്ന് അറിയില്ല. ഗ്രാനിയാണ് മതിലും നോക്കിയിരിക്കുന്നത്. ടീമിനുള്ളിൽ കയറി ചോദിച്ചു. പിന്നെ എന്നൊക്കെ മനസ്സിലായി കയറി വിളിച്ചത് ഏറ്റവും വലിയ പൊട്ടത്തരായിരുന്നു. ഇവിടുന്ന് ഗ്രാനിയും ഗ്രാൻഡ്പയും പോകുന്നില്ല. ഇപ്പം ഗ്രാൻഡ്പ വരെ ഇത് രണ്ടാളും പോവില്ല. കണ്ടാവും. ഞാൻ ഇങ്ങനെ തോക്കെല്ലാം ഗ്രാനിനെ അടിച്ചു. അപ്പോൾ ഗ്രാൻഡ്പ വന്ന്. ഗ്രാൻഡ്പ പോകാൻ കുറേ നേരം വിളിച്ചിന്. ഗ്രാൻഡ്പ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തിന് കുറേ നേരമായിന് ഗൈസ്. പിന്നെ ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവും. ഒരു 2 മിനിറ്റ് നടന്ന സംഭവമാണ്. 2-3 മിനിറ്റ് പിന്നെ നടന്ന സംഭവമാണ്. എന്ത് ഗ്രാനീനെ അടിച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഗ്രാൻഡ്പ വന്നത്. എന്നുവെച്ചാൽ ഞാൻ മറ്റേ ഡോറിലേക്ക് കയറുമ്പോൾ തന്നെ വന്നിട്ട് അപ്പാവൻ വന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറാണ് അപ്പാപ്പൻ വരുന്ന് പോകുന്നു. അവിടെ ഗ്ലിച്ച് അടിച്ച പോലെ. അമ്മ തള്ളച്ചിക്ക് കൊടുത്ത പോലെ അപ്പാപ്പന് കൊടുക്കാൻ പറഞ്ഞു ഗൈസ്. കഥ പറയുമ്പോൾ അപ്പാപ്പൻ വീണ്ടും വന്നത് കണ്ടില്ല ഗൈസ്. അപ്പാപ്പന് ഫുൾ വെറൈറ്റി ഷോട്ടല്ലേ കിട്ടുന്നത്. അപ്പാപ്പനെ കഴിവാണ് ഗൈസ്. നമുക്ക് ഒരു ക്രോബാർ കിട്ടണം. ഹെലികോപ്റ്റർ കിട്ടി. ക്രോബാറിനുള്ളിലേക്ക് ഗ്യാസ് ലൈൻ ഉണ്ടാകും ഉറപ്പ്. ക്രോബാറിൻ്റെ ഉള്ളിലെന്നല്ല പറയാം. ആ പെട്ടീനുള്ളിലാണ് പെട്രോൾ ഉണ്ടാകാൻ 100% പറയാം. കാരണം ഞാനിവിടെ പകുതി മുക്കാൽ സ്ഥലത്തു തപ്പി. ആദ്യം തപ്പാനുള്ളത് ക്രോബാർ എടുത്തിട്ട് ഇതാക്കണ്ടേ. ഇവിടുന്ന് ഒരു തേങ്ങയുമില്ല. ഞാനിത് അവിടെ പോയി തപ്പു. ഇവിടെ ഒട്ടാൻ പണിയില്ല. ക്രോബാർ എവിടെ പോയിട്ട് വെച്ചിന് ഗ്രാനി എവിടെ പോയി വെച്ചേ? ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇവിടെ ഞാൻ ഓൾറെഡി തപ്പിയതാണ്. എന്നാലും എനിക്ക് തിരിയാണ്ട് ഞാൻ ഇവിടെ വീണ്ടും വന്ന് തപ്പുന്നേ. ക്രോബാർ എവിടെ? ക്രോബാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ കണ്ടില്ല. എനിക്ക് വെറുതെ ഉണ്ടോ ക്രോബാറിൽ ഇടുന്ന എന്തെല്ലോ കളിച്ച് പോകുന്നു. ഇവിടെ ചിലപ്പോൾ ക്രോബാർ ഉണ്ടായിട്ടുണ്ട്. സ്റ്റിയറിങ്ങോ അല്ല സ്റ്റിയറിങ്ങേ ഉണ്ടായാലുള്ളൂ. ക്രോബാർ ഉണ്ടാകാൻ ഇല്ലാന്ന് പറഞ്ഞു. ക്രോബാർ ഉണ്ടായില്ല.
വന്ന് എനിക്ക് പിടിക്കുകയും ചെയ്ത്. ഞാൻ വെട്ടിച്ചിട്ട് ഓടാൻ നോക്കിയ പണി കിട്ടി. ഡേ 4 ആയി ഗൈസ്. എൻ്റെ നമുക്ക് എസ്കേപ്പ് ആകാൻ കഴിയില്ല എന്ന് തോന്നട്ടാ. എസ്കേപ്പ് ആകാൻ കഴിയില്ല ഗൈസ്. അത് ഇതാക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഓർമ്മ വന്നത്. ഇവിടെ ഡോർ ലോക്ക് കൊടുത്തു. കുറച്ച് നേരം ലോക്ക് ചെയ്തിട്ട് നമുക്ക് ക്രോബാർ തപ്പാം. അമ്മ അങ്ങനെ ലോക്കാക്കിയിട്ടുണ്ട്. ഹാൻഡ് വീലെടുത്തിട്ട് വെറുതെ ഇവിടെ തിരിച്ചിട്ട് പോവാം. നല്ലൊരു തമ്മല വന്നല്ലേ, തിരിച്ചിട്ട് പോടെ ഗൈസ്. നമുക്ക് ഇവിടുന്ന് ക്രോബാർ കിട്ടുന്നില്ല. അങ്ങനെ തള്ളച്ചിനൊന്നും കൂടി വന്ന് പൂശി. ബാക്കിൽ അപ്പാപ്പനുണ്ട്. ഇപ്പം വരും അപ്പാപ്പൻ. 2 മിനിറ്റ്. അപ്പാപ്പൻ ഇപ്പം വരും ഗൈസ്. കണ്ടാ വന്നു ഒന്ന് പൂശി ഇവിടെ തോക്കിട്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചപ്പാണ് ആ ഷെൽഫിൻ്റെ ബാക്കിലൊന്ന് ഗ്ലിച്ചടിച്ചിട്ട് എന്തോ കാണുന്നു ഗൈസ്. കണ്ട ക്രോബാർ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടതാണ്. തുറന്നപ്പോൾ ഗ്യാസ് ഇനി ഇവിടുത്തെ റൂമിൽ തൊട്ടിപ്പുറത്തെ റൂമിൽ ഗ്യാസ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളെടുത്ത് തപ്പി. താഴത്ത് ഇതെല്ലാം തുറന്നിട്ടുണ്ട്. സാറിനെല്ലാം എന്തെങ്കിലും സാധനം കിട്ടിയത് കഴിഞ്ഞ് നമുക്ക് ഹെലികോപ്റ്റർ കീ എടുത്താൽ പിന്നെ നമുക്ക് താഴേക്ക് ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. ഹെലികോപ്റ്റർ കീ നമുക്ക് അവിടെ പോയിട്ട് ആദ്യം കൊണ്ടിടാം. എൻ്റെ ഇവിടെ ആദ്യം ഹെലികോപ്റ്റർ കീ കൊണ്ടിടാം. പിന്നെ നമുക്ക് പെട്രോൾ എടുത്തിട്ട് ഇവിടെ പെട്രോൾ ഒഴിക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പെട്രോൾ ഒഴിച്ച് ഫുള്ളാക്കാൻ ഇങ്ങനെ നിൽക്കുക. ഫുള്ളാക്കി അപ്പോൾ ഹെലികോപ്റ്റർ കീ എടുത്തിട്ട് നേരെ പറന്നു പോവാം. പിന്നെ ഗ്രാൻഡിൻ്റെ വീട്ടിലേക്ക് അവൻ ഒന്നും കൂടി വരുന്നതായിരിക്കും. ഗ്രാനി 2ൻ്റെ വീട്ടിലേക്ക് നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യണം. അതെന്തായാലും ചെയ്യും. ഇപ്പം ഹെലികോപ്റ്റർ എസ്കേപ്പിന് എല്ലാം ആയി. ഇതൊക്കെ കണ്ട ഹെലികോപ്റ്റർ കീയും കിട്ടി. എല്ലാം ആയി. ഗ്രാനി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡേ 4 വരെ ആക്കിയിരുന്നു. ഡേ 5 ആക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കഴിവല്ലേ. ഹെലികോപ്റ്റർ പറക്കാൻ കഴിയുന്നുണ്ട്. BGM കിടില്ല കേട്ടാ. ഇതാ BGM. ചിലപ്പോൾ ഗ്രാനി പറക്കാൻ തള്ളച്ച് നമ്മളുടെ ഗെയിം തീർന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റും. എല്ലാവർക്കും ബൈ.